ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമി പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ, ഇവിടെ കമ്പനി ബോർഡസിന്റെ സിലബസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും പഠിത്തമൊക്കെ നല്ല ഉഷാറായിട്ട് ഇത്തവണത്തെ ലിസ്റ്റിൽ വന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും വേക്കൻസിയാണ്, ഇനി ഇതുപോലൊരു ചാൻസ് ഇല്ല, ഇത് വെറുതെ കളയാൻ പാടില്ല എന്നൊക്കെ ഉറപ്പിച്ച് എല്ലാവരും നല്ല രീതിയിൽ പഠിത്തവും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിന്റെ സിലബസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ഈ വർഷം ഇനി സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ സിലബസ് നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പഠിച്ചു, അതിനുശേഷം വരുന്ന ഇപ്പോൾ കമ്പനി ബോർഡ് വരുന്നു, നമുക്ക് ഒരേ സിലബസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിലിംസ് ഒരേ രീതിയിൽ പഠിക്കാൻ പറ്റുമോ, ഇപ്പോഴത്തെ സിലബസ് വെച്ച് നമുക്ക് പഠിത്തം തുടങ്ങാനായിട്ട് പറ്റുമോ, സേഫ് ആണോ, ഈ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ സിലബസ് മാറിയാൽ വീണ്ടും നമുക്ക് പണി കിട്ടുമോ, എല്ലാവർക്കും കുറച്ച് സംശയങ്ങളാണ് അല്ലേ. അപ്പൊ അതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പൊ സിലബസ് ഓൾറെഡി നമുക്കറിയാം, നമുക്ക് ഒഫീഷ്യലായിട്ട് കമ്പനി ബോർഡസിന്റെ സിലബസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല. പക്ഷേ നമുക്കറിയാം പഠിത്തം അങ്ങനെ തുടങ്ങാതിരിക്കാനായിട്ട് പറ്റുമോ, ഇല്ല, നമുക്ക് പഠിച്ച് തുടങ്ങാനുള്ള ടൈമാണ്. അപ്പോൾ നിലവിലെ സിലബസ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ട് എല്ലാവരുടെയും സംശയം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനി ബോർഡില്ല, നമുക്ക് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് ആണ് അല്ലേ. ഡിഗ്രി ലെവൽ എക്സാംസിന് നമുക്കിപ്പോൾ കുറേ നാളായിട്ട് കോമൺ പ്രിലിംസ് ആണ് വരുന്നത്. ഡിഗ്രി ലെവലിൽ നമുക്കിപ്പോൾ കോമൺ പ്രിലിംസ് വരുന്നുണ്ട്. അപ്പൊ ഈ കോമൺ പ്രിലിംസിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ കോമൺ പ്രിലിംസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ, ഇതാണ് ഡിഗ്രി ലെവൽ കോമൺസ്. ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇയർ എന്ന് പറഞ്ഞാൽ 2021 ആണ്. അതായത് 2021 ശേഷം നടന്നിരിക്കുന്ന എക്സാമുകളിലെല്ലാം നമ്മുടെ ഈ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, കോമൺ ആണ്. അതിനകത്ത് വലിയ ചേഞ്ചസോ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും എന്തിനു വന്നിട്ടില്ല, പ്രിലിംസിന് വന്നിട്ടില്ല. ഈവൻ നമ്മുടെ ഇപ്പോൾ നടന്നിട്ടുള്ള നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും അതിന്റെ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വന്ന സിലബസ് എന്ന് പറയുന്നത് വ്യത്യാസമൊന്നുമില്ല, കാരണം അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി മെയിൻസിന്റെ സിലബസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2025 ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യണ്ട, 99% നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കേണ്ട, ഇല്ല എന്ന് തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു 99 പറയുന്നത് എന്തെങ്കിലും PSCയുടെ കാര്യമില്ല, ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യാൻ പോകുന്നില്ല, വരുന്നില്ല. നമുക്ക് സിലബസ് മാറ്റമോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യണ്ട, ഇത്തവണ പ്രതീക്ഷിക്കാനായിട്ട് പോകണ്ട. ഇനി ഇൻ കേസ് ഉണ്ടായാൽ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് പോകുന്നോ, ഇല്ല. നിങ്ങൾക്ക് മെയിൻസ് ആണെങ്കിലും പ്രിലിംസ് ആണെങ്കിലും വരാൻ പോകുന്ന എക്സാമിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും. അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും വേണ്ട. അതുകൊണ്ട് പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾ ഈ പറയുന്നത് പോലെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ സിലബസ് വന്നിട്ട് പഠിച്ചാൽ മതിയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട. അത് മണ്ടത്തരമാണ്. നമ്മൾ സിലബസ് ഒഫീഷ്യലായിട്ട് വരുന്നത് വരെയല്ല, ഇപ്പോൾ ഉള്ള ഡിഗ്രി മെയിൻസിന്റെയും പ്രിലിംസിന്റെയും സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ആ ഒരു സിലബസ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഒരു സിലബസ് ആണ് ഞാനിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലെ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട്, എപ്പോഴും നമ്മൾ ഏത് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, നമുക്ക് ഇതാണ് ആവശ്യം അല്ലേ. മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പൊ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ മെയിൻസിന്റെ ഒഫീഷ്യൽ സിലബസ് വന്നിട്ടില്ലല്ലോ, ഇനി ഉടനെ വരും, ഇപ്പൊ ഇത് പഠിച്ചു തുടങ്ങി നമ്മൾ വെറുതെ ആവോ, ഒന്നും വേണ്ട. അങ്ങനെ ഒരു സിലബസ് ചേഞ്ച് എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കേണ്ട. ഇനി വന്നെങ്കിൽ തന്നെ കണ്ടനിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ്സ് ഉണ്ടായാൽ തന്നെ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിയും അല്ലേ. പക്ഷെ അങ്ങനെ വളരെ ചെറിയ ചേഞ്ചസ് ഇനി വന്നാലേ വരുള്ളൂ. അപ്പൊ അത് പ്രതീക്ഷിച്ച് നമ്മൾ ഈ പഠിത്തം, ഈ സിലബസ് ഇനി വേണ്ട, ഒഫീഷ്യൽ വരട്ടെ എന്ന് പറഞ്ഞ് മാറിയേണ്ട കാര്യമുണ്ടോ, ഇല്ല. ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സിലബസ് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠനം സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതിലുണ്ടാകുന്ന പ്രിലിംസിലും മെയിൻസിലും ഉള്ള ചേഞ്ചസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നറിഞ്ഞിട്ടാൽ മതി അല്ലേ. കാരണം പല സാധനങ്ങളും ഒരുപോലാണ്. ഇവിടെ നമ്മൾ ജനറൽ നോളജ് വരുമ്പോഴത്തേക്ക് വരുന്ന അത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നില്ല. പ്രിലിംസ് വരുമ്പോഴത്തേക്ക് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇത് മൂന്നും ഞാൻ പറയുന്നത് മൂന്നിനും കോമൺ ആണ്. ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും നിങ്ങൾക്ക് എന്താണ്, രണ്ടിനും കോമൺ ആണ്. പ്രിലിംസ് മെയിൻസ് ഒക്കെ നിങ്ങൾ ഒരേ പഠനത്തിലൂടെ കവർ ചെയ്യാനായിട്ട് ഒരു മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. പ്രിലിംസും ഓട്ടോമാറ്റിക്കായിട്ട് കവർ ആവും അല്ലേ. സിവിക്സ് നിങ്ങൾക്ക് ഏതിന് മാത്രമേ ഉള്ളൂ, സിവിക്സ് ഈ പറഞ്ഞ പോലെ പ്രിലിംസിന് മാത്രമായിട്ട് പഠിക്കേണ്ട, അത് മെയിൻസിന് വേണ്ട, അതിന് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട അല്ലേ. മെയിൻസ് വരുമ്പോഴത്തേക്ക് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ പുതിയൊരു സബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് കേരള ഗവേണൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദെയർ ഈസ് ലൈഫ് സയൻസ്. നമ്മുടെ ബയോളജി എന്ന് പറയാറില്ല, നമ്മൾ എന്താണ്, ലൈഫ് സയൻസ് ആണ് അല്ലേ. ലൈഫ് സയൻസ് അതിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ പദങ്ങളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരും. ആൻഡ് ജനറൽ ബയോളജി റിലേറ്റഡ് ടോപ്പിക്സ് നമുക്ക് എന്ത് വരും, അതിനകത്ത് പഠിക്കാനായിട്ട് വരും. ദെൻ നമുക്ക് നോക്കിയാൽ ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം നമുക്ക് ഇതിനകത്തേ വരുന്നുള്ളൂ. ദെൻ ആർട്സ് ഇതെല്ലാം നമുക്ക് അതിനകത്ത് കോമൺ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തും കൂടെ വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് എന്താണ്, പ്രിലിംസിന് വരുന്നുണ്ട് അല്ലേ. സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് പ്രിലിംസിന് പഠിക്കാനായിട്ട് വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്, ലൈഫ് സയൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ്. അപ്പോൾ പ്രിലിംസും മെയിൻസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ സബ്ജക്റ്റിനകത്ത് അവിടെ പഠിക്കേണ്ട ജനറൽ നോളജിൽ തന്നെ കണ്ടന്റിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചില നിങ്ങൾ എന്തിനു പഠിക്കണം, പ്രിലിംസിന് മാത്രമായിട്ട്. സിവിക്സും അതുപോലെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിലിംസിന് മാത്രമായിട്ട് പഠിക്കണം. ഇതെന്ത് ചെയ്യണം, ബാക്കി കുറച്ച് സബ്ജക്ട്സ് നിങ്ങൾ ഏതിനെ ഫോക്കസ് കൊടുക്കണം, മെയിൻസ് ഓറിയന്റഡ് ആയിട്ടും പഠിക്കേണ്ടതായിട്ട് വരും അല്ലേ. അതുപോലെ ഇമ്പോർട്ടന്റ് ആക്ട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാം നിങ്ങൾ ഏത് ഓറിയന്റഡ് ആയിട്ടാണ്, മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക.
അല്ലെങ്കിൽ പ്രിലിംസിന് വേണ്ടി ഇത്രയും സാധനം ആദ്യം പഠിച്ചിട്ട് ബാക്കി ഇതെല്ലാം കൂടെ ചേർത്ത് ആ 2 മാസത്തിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുമോ മെയിൻസിന് തൊട്ട് മുമ്പായിട്ട്? ഇല്ല. മെയിൻസ് ഓറിയന്റഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം പഠിക്കുക. ദെൻ കറന്റ് അഫയേഴ്സ് വരുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ വരുമ്പോൾ 30 മാർക്കേ ഉള്ളൂ. നമ്മുടെ മാത്സും ലാംഗ്വേജും ഇംഗ്ലീഷും എല്ലാം കൂടെ സിലബസ് സെയിം ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മെയിൻസ് ഓറിയന്റഡ് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസ് പ്രിലിംസ് ഒറ്റ സിലബസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ലാംഗ്വേജും ഇംഗ്ലീഷും മാത്സും ഒക്കെ നിങ്ങൾക്ക് ഒറ്റ പഠനം മതി. അത് ഇവിടെ നിങ്ങൾ 30 മാർക്കിന് പഠിച്ചു കഴിഞ്ഞാൽ ഈ 50 മാർക്കും ഇവിടെ വരുമ്പോൾ 50 മാർക്കാണ്. ഇത് നിങ്ങൾക്ക് എന്താണ്, സെറ്റാണ്, ഒറ്റപ്പെടുത്തം മതി. അപ്പോൾ മെയിൻസ് ഓറിയന്റഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. സിലബസിന്റെ ചേഞ്ച് അല്ലെങ്കിൽ അത് വന്നിട്ടില്ലോ എന്നുള്ളത് നമ്മളെ ബാധിക്കേണ്ട കാര്യമേ അല്ല. ഇപ്പോൾ നിലവിലുള്ള സിലബസ് വെച്ച് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട ടൈം എന്നേ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, ഇനിയെങ്കിലും ഇത് വന്നിട്ടില്ല, ഇനി വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞിരിക്കരുത്, ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങാം അല്ലേ. നമ്മൾ പറഞ്ഞു ഇതുപോലൊരു ചാൻസ് ഇനി വരുമോ? ഇല്ല. ഈ 4000+ വേക്കൻസീസ് ഒക്കെ ഇനി അടുത്ത് ഏതെങ്കിലും ഡിഗ്രി ലെവൽ സ്പോട്ട് എക്സാംസിന് വരാനുണ്ടോ? ഇല്ല. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അപ്പൊ നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് മാക്സിമം ഡിലേ ആക്കാതെ എത്രയും വേഗം പഠിച്ചു തുടങ്ങിയിട്ട്, നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ടുണ്ടെങ്കിൽ ജോലി കിട്ടും എന്ന് പറയുന്നതല്ല. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ എന്താണ്, അത് കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അപൂർവ എക്സാമുകളിലൊന്നാണ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സിലബസ് ആണ് ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന. ഈ സിലബസ് വെച്ച് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പഠിക്കാൻ തുടങ്ങുക. അതിനകത്ത് ചേഞ്ചസോ ഏതെങ്കിലും വലിയ ചേഞ്ചസോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് വരും. പക്ഷെ ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സിലബസ് തന്നെയാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ടത്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. അങ്ങനെ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾക്ക് ഒറ്റപ്പെടുള്ള മെയിൻസും പ്രിലിംസും എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ACBക്കാണ് പുതിയ കോഴ്സ്, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയാലോ, ഓൾറെഡി കുറെ പേര് ജോയിൻ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പഠിത്തം ട്രാക്കിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിലെ പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾ കുറെ നാളായിട്ട് എഫേർട്ട് എടുത്തിട്ട് പോലും ആ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ചെയ്യേണ്ട സമയമാണ്, നമ്മൾ ട്രാക്ക് മാറ്റേണ്ട സമയമാണ്. അപ്പോൾ ട്രാക്ക് മാറ്റാൻ നമ്മൾ പറഞ്ഞില്ല, ഈ പറഞ്ഞ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒറ്റ മെയിൻസും പ്രിലിംസും എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള പേഴ്സണൽ സ്റ്റഡി പ്ലാനോടുകൂടി തന്നെയായിരിക്കും നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അറിയാലോ, ഫോക്കസ് സെക്ഷൻസ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സ്പെഷ്യൽ ഫോക്കസ് സെക്ഷൻസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ SCRT നിങ്ങൾക്ക് അറിയാമല്ലോ, SCRT എന്ന് പറയുന്നത് ഇനിയുള്ള എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് SCRT ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് വരും. അപ്പോൾ SCRT സെക്ഷൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് കറന്റ് അഫയേഴ്സ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പഠിച്ചു തുടങ്ങുക. ഓക്കെ, പഠിച്ചു തുടങ്ങുക, പഠിക്കണം, ഇത് ക്രാക്ക് ചെയ്യണം എന്ന അങ്ങേറ്റത്തെ ആഗ്രഹം ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും ടൈം കളയണ്ട. ഡയറക്റ്റ് നമ്മുടെ സ്ക്രോളിൽ നമ്പർ കാണാനായിട്ട് പറ്റും, വിളിക്കുക, എല്ലാ കൺസേൺസും അതിൽ പറയുക. ആൻഡ് നമ്മുടെ ആപ്പ്, ASB അക്കാഡമിയുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ബാക്കി സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക, എല്ലാം ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. നല്ല അടിപൊളി ദിവസമായിട്ട് എന്ന് വൺസ് അഗൈൻ എല്ലാവർക്കും വിഷയമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടാറ്റ.